ഉറച്ച തീരുമാനവും തളരാത്ത മനസ്സും ഉണ്ടെങ്കിൽ ആകാശത്തോളം വലിപ്പമുള്ള വെല്ലുവിളികളെപ്പോലും ഭയമില്ലാതെ നേരിടാം. തെറ്റാണെന്ന് മനസ്സിലായിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത്. കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ ഞാൻ എന്ന ഭാവം ഉള്ള കാലത്തോളം ആ വ്യക്തിയുടെ ശരികളെല്ലാം അവർ തന്നെയായിരിക്കും. നമ്മൾ കിട്ടില്ലെന്ന് ഉറപ്പിച്ചതുപോലും നമ്മളെ തേടി എത്തിയേക്കാം. തളരാതെ പരിശ്രമം തുടരുക. അധ്വാനത്തിൻ്റെ ഫലം ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരും. വിശ്വാസം എന്നത് ചെറിയൊരു വാക്കാണ്. വായിക്കുവാൻ ഒരു നിമിഷം മതി. ചിന്തിക്കുവാൻ ഒരു മിനിറ്റ് മതി. മനസ്സിലാക്കുവാൻ ഒരു ദിവസം മതിയാകും. പക്ഷെ അത് തെളിയിക്കുവാനും നേടിയെടുക്കാനും ഒരു ജീവിതം തന്നെ മതിയാകില്ല. വാക്കുകൾ താക്കോൽ പോലെയാണ്. ഏത് ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാനും അതുപോലെ ഒരിക്കലും തുറക്കാൻ ആവാത്ത വിധം പൂട്ടുവാനും വാക്കുകൾക്ക് കഴിയും. ജീവിക്കണം, തോൽപ്പിച്ചവർക്ക് വേണ്ടിയല്ല, ജന്മം തന്നവർക്ക് വേണ്ടി. കാരണം നമ്മുടെ തോൽവി ഒരിക്കലും ആഗ്രഹിക്കാത്തവരാണ് അവർ. ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് ഒരു കാര്യം വീണ്ടും വീണ്ടും എല്ലാ ദിവസവും പറയേണ്ടി വരുന്നുണ്ട് എങ്കിൽ, എന്നിട്ടും അവരിൽ യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എങ്കിൽ, ഒരിക്കലും അതിനർത്ഥം അവർക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നല്ല. മറിച്ച് അതിനർത്ഥം അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാധാന്യവുമില്ല. അവർ നിങ്ങൾക്ക് യാതൊരു ബഹുമാനവും നൽകുന്നില്ല എന്നാണ്. ജീവിക്കണം, തോൽപ്പിച്ചവർക്ക് വേണ്ടിയല്ല, ജന്മം തന്നവർക്ക് വേണ്ടി. നമ്മുടെ തോൽവി ഒരിക്കലും ആഗ്രഹിക്കാത്തവരാണ് അവർ. ജീവിതം വളരെ ലളിതമാണ്. നിങ്ങൾ എന്ത് കൊടുക്കുന്നുവോ അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ സ്വന്തം മനസ്സമാധാനത്തിന് പ്രാധാന്യം നൽകുക. ഓരോ സൗന്ദര്യത്തിനും അത് കാണാൻ എവിടെയോ ഒരു കണ്ണുണ്ട്. ഓരോ സത്യവും കേൾക്കാൻ എവിടെയോ ഒരു കാതുണ്ട്. അതുപോലെ ഓരോ പ്രണയത്തിനും അത് സ്വീകരിക്കാൻ എവിടെയോ ഒരു ഹൃദയമുണ്ട്. ഓർമ്മപ്പെടുത്തി ആരെയും കൂടെ നിർത്തേണ്ടതില്ല. നമ്മൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ പറയാതെ തന്നെ കൂടെയുണ്ടാവും. പറഞ്ഞു തരുന്നതിന് അറിഞ്ഞു തരുന്നതിൻ്റെ ആയുസ്സോ ആത്മാർത്ഥതയോ ഉണ്ടാകണമെന്നില്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ ആവശ്യമാണ്. കാരണം പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ് നാം പുതിയ വഴികൾ തേടുന്നതും കൂടുതൽ ഉയരങ്ങളിൽ എത്തുന്നതും. കൂടെ ഉള്ളവരുടെ പരിശ്രമങ്ങളെ ചോദിക്കാതെ തന്നെ തിരിച്ചറിയുകയും ആവശ്യം അറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും. സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചിരിക്കും. എന്നാൽ ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും. ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ചാടിക്കടക്കണമെന്ന് പഠിപ്പിക്കുന്നത്. ഇത് ജീവിതമാണ്. ബഹുജനങ്ങൾ പലവിധമാണ്. ചിലരുടെ സാന്നിധ്യം നമ്മുടെ മനസ്സിലെ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നു. മറ്റു ചിലരാകട്ടെ നമ്മളിലുള്ള വെളിച്ചത്തെ വരെ കെടുത്തുന്നു. ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ സ്വന്തം തുരുമ്പിന് കഴിയും. അതുപോലെ ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് സാധിക്കും. സ്നേഹം, ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ്. നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്കും കഴിയില്ല. ഒരു മരത്തിൻ്റെ ജീവൻ വേരുകളിലാണ്, ഭംഗിയുള്ള പൂക്കളിലല്ല. അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളെയല്ല, നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും. മുന ഒടഞ്ഞ് തേഞ്ഞു തീരുമ്പോഴാവും മനസ്സിലാക്കുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകൾ ആയിരുന്നു നമ്മൾ എന്ന്. പ്രചോദനത്തിനായി ഒരിക്കലും കാത്തിരിക്കരുത്. കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരില്ല. ഒരു വടിയൂന്നി നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോവുക തന്നെ വേണം. ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടിനായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറക്കാൻ ചിറകുകളും തിരിച്ചു വരാനുള്ള വേരുകളും നിങ്ങളെ സ്നേഹിക്കുവാൻ കാരണങ്ങളും നൽകുക. പരിശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതോ തരണം ചെയ്യാൻ കഴിയാത്തതോ ആയി ഒന്നുമില്ല എന്ന തിരിച്ചറിവിൽ ആത്മവിശ്വാസത്തോടെ ഇന്നിൻ്റെ നിമിഷങ്ങളെ സ്വീകരിക്കുക. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണെന്ന് അംഗീകരിക്കുകയും ദൈനംദിന കാര്യങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുകയും
ചെയ്യുക എന്നതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം. നിങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കരുത്. ഏതൊരു കഥയ്ക്കും 3 വശങ്ങളുണ്ട്. 1 അവരുടെ ഭാഗത്തു നിന്നുള്ള കഥ, 2 നിങ്ങളുടെ കഥ, 3 യഥാർത്ഥ സത്യം. ജീവിതത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത നിമിഷങ്ങളുണ്ടാകും. അന്നു മുതൽ നമ്മൾ സ്വയം സംസാരിച്ചു തുടങ്ങും, സ്വയം തീരുമാനിച്ചു തുടങ്ങും. ജീവിതം ചെറുതാണ്. നിങ്ങൾക്കത് ഒരു തവണ മാത്രമേ ലഭിക്കൂ. അതിനാൽ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തുക. വിധിയോ ഭാഗ്യമോ മാത്രമല്ല ഒരാളുടെ വിജയം നിർണ്ണയിക്കുന്നത്, മറിച്ച് അയാളുടെ കഠിനാധ്വാനം കൂടിയാണ്. കഠിനാധ്വാനം ഇല്ലാതെ വിജയിക്കാമെന്ന് വിശ്വസിക്കുന്നത് വ്യാമോഹം മാത്രമാണ്. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനാവില്ല. അതിനായി ശ്രമിക്കുകയും ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം സന്തോഷപൂർവ്വം ജീവിക്കുക. നിങ്ങൾ കഠിനമെന്നോ മടുപ്പ് ഉളവാക്കുന്നതെന്നോ കരുതി ഒഴിവാക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഏറ്റവും വലിയ സാധ്യതകൾ ഒളിഞ്ഞുകിടക്കുന്നത്.